ഓ ഞാനിങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് നല്ല ഡ്രസ്സിട്ട് ഇങ്ങനെ ഇരിക്കണത് എന്തിനാണെന്നറിയാമോ? ഇന്ന് നമ്മുടെ ഷിജേൻ്റെ വീട്ടിൽ പെരുന്നാളാണേ. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ ഡെക്കറേഷൻ വർക്കൊക്കെ കഴിഞ്ഞു, ഇനി ചേട്ടൻ വന്നാൽ മതി. അപ്പോൾ അവിടെ ഞാൻ വർണ്ണിക്കുന്നത് അവിടെ മാലവെപ്പ് ഇട്ടിട്ടുണ്ട്, പടക്കം ഉണ്ട് എന്നൊക്കെയുള്ള ഇതാണ്. അവിടെ നല്ല ഫുൾ അറേഞ്ച്മെൻറ്റോടുകൂടി ശ്യാമിയും ആൻലേട്ടനൊക്കെ വരുന്നുണ്ട്, ഷെറിനൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, പ്രീജിയും ഷിജേട്ടനയ്ക്കും. അപ്പം നമുക്ക് അവരുടെ വീട്ടിലോട്ട് പോയാലോ? ബാ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആമ്പല്ലൂർ വരന്തരപ്പള്ളി ഭാഗത്താണ് ഷിജേൻ്റെ വീട്. അപ്പോൾ അവിടെ വരന്തരപ്പള്ളിയിൽ അവിടെ എത്തും തോറും, വരന്തരപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുക, വരന്തരപ്പള്ളി എത്തണ്ട, സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേനും നമ്മൾ കണ്ടല്ലോ മാല ബൾബിൻ്റെയൊക്കെ പെരുന്നാളിനെ വരവേൽക്കാൻ റെഡിയായിട്ട് നിൽക്കണ നാട്. അപ്പോൾ പെരുന്നാളിൻ്റെ അതായ ശബ്ദവും പടക്കവും ബാൻഡും മാലബൾബും എല്ലാം നമുക്ക് അവരുടെ നാട്ടിൽ വരാക്കരാട്ടാ ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ പോണ വഴി കുറച്ച് ബാൻഡ് കണ്ടു. അത് കഴിഞ്ഞ് അവരുടെ വീട്ടിൽ നമ്മൾ കറക്റ്റ് ടൈമിനാണ് എത്തിച്ചേർന്നത്. കാരണം വെച്ചാൽ അമ്പ് വന്ന് ഇറങ്ങി പോവാറായിട്ടുണ്ട് കേട്ടോ, അമ്പ് എടുത്ത് പോവാൻ നിൽക്കുക. അപ്പോൾ അമ്പ് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്പ് ഇറക്കണ സമയത്ത് ഒരു പാട്ട് ഫുള്ളായിട്ട് ബാൻഡുകാർ വായിക്കും. അങ്ങനെ ബാൻഡൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു ലോഡ് അന്നും പറയാൻ പറ്റില്ല, ഒരു കുന്നു പടക്കം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലർക്ക് പടക്കത്തിനോടൊക്കെ ഭയങ്കര ക്രേസ് ആയിരിക്കും അല്ലേ. പടക്കം പണ്ട് എൻ്റെ വീക്ക്നെസ് എന്നാണ്. നമ്മുടെ വില്ലേജിലൂടെ എബിനും ഇവിടെ ഷിജേണ്ണും പടക്ക ഭ്രാന്തെന്ന് പറഞ്ഞതേ ഇട്ട് കൂട്ടിയിട്ട് പൊട്ടിക്കണം, കുന്നു കണക്കിനിട്ട് പൊട്ടിക്കണത്. പിന്നെന്താ കുറേ പൊട്ടിക്കലുണ്ടായിരുന്നു. അപ്പോൾ കുറേ പടക്കം പൊട്ടി. അപ്പോൾ പ്രിൻസിനും പടക്കത്തിനോട് അങ്ങനെ വലിയ ക്രേസൊന്നുമില്ല, കുറച്ചൊക്കെ. അപ്പോൾ ചേട്ടനും പടക്കം പൊട്ടിക്കാൻ കൂടി. അവസാനം ഒരുമിച്ച് കൂട്ടിയിട്ട് തീയിട്ടു. എന്തൊക്കെയായിരുന്നു അവിടെ പൊട്ടിക്കലും ബഹളം. ഞങ്ങൾ ഇതൊക്കെ ഇവരുടെയൊക്കെ ബഹളമൊക്കെ കഴിയട്ടെ എന്ന് വെച്ച് അപ്പോൾ തന്നെ ശ്യാമൊക്കെ വന്നു. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് കയറി വന്നപ്പോൾ പലഹാരങ്ങളും വട്ടയപ്പവും ഉണ്ണിയപ്പവും ഷിജേൻ്റെ അമ്മച്ചി ഉണ്ടാക്കി തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളുമാർക്ക് എല്ലാവർക്കും കൂടി ഒരു സെക്ഷൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അവരവിടെ ഇരുന്ന് ടി വി കാണലും വർത്തമാനം പറയലും ഭക്ഷണം കഴിക്കലും ഉണ്ണിയപ്പവും അച്ചപ്പവും സകലമായ സാധനങ്ങളും ഇരുന്ന് കഴിക്കലും കുടിക്കലൊക്കെ ആയിരുന്നു കേട്ടോ.
ഉമ്മച്ച അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടുന്ന് ഓടി നടക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ മക്കൾക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കും, നമ്മൾക്ക് നമ്മുടേതായ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അതും കഴിഞ്ഞിട്ട് ചേട്ടന്മാർക്ക് അവരുടേതായ ഒരു സ്പേസും കൂടിയും അതിനിടയിൽ അവർ കണ്ടെത്തും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ശ്യാമ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു ആടുന്നൊരു ചെയറുണ്ട്. അപ്പോൾ ഞങ്ങൾ ആര് പോയാലും എപ്പോൾ പോയാലും അതിൽ ഇരുന്ന് ആടുക എന്നുള്ളത് ഇപ്പോൾ ഒരു ചടങ്ങായി മാറി. പിന്നെ അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ ഷിജുവിൻ്റെ പൊന്നമ്മച്ചി. അമ്മച്ചി ഞങ്ങളുടെ വർത്താനം ബഹളമൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് ഏത് വേലവലാദികളാണ് ഇറ്റുങ്ങളൊക്കെ ആരെങ്കിലും വിളിച്ചതെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അമ്മച്ചിക്ക് ഞങ്ങളെ മുന്നേ അറിയാം കേട്ടോ, അത് കാരണം കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ആ ഫുഡ് കഴിക്കൽ ചടങ്ങിലോട്ട് അങ്ങോട്ട് കടന്നു കേട്ടോ. ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ, ഓരോരുത്തർക്കും ഓരോ സമയം കൊടുത്തേക്കാനായിട്ട് പെരുന്നാൾ ആഘോഷിക്കാനായിട്ട്. ഫ്രണ്ട്സിനൊക്കെ ഒരു ദിവസം, റിലേറ്റീവ്സിനൊക്കെ വേണ്ടി ഒരു ദിവസം, ഇനി ഫ്രണ്ട്സിൽ അവളുടെ ഫ്രണ്ട്സും കുട്ടികളുടെ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഉച്ച സമയം, അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്ക്, അതായത് എല്ലാവരും മിക്സായിട്ട് ആരും മിങ്കിൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരെന്ന് വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഓരോ സമയം കൊടുത്തേക്കണം. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ തിന്ന് പിന്നെ നമ്മളെല്ലാവരും കൂടി പള്ളിയിലോട്ട് പോയിട്ടാണ്. പിന്നെ ശ്യാമയ്ക്ക് തൊണ്ടവേദനയുണ്ട്, ചുമയൊക്കെ ആയതുകൊണ്ട് ഐസ്ക്രീം തിന്നാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഏറ്റവും വലിയ കപ്പിലിരുന്ന് ഐസ്ക്രീം കഴിക്കണമൊക്കെ. അപ്പോൾ അതും പറഞ്ഞ് അനിലേട്ട ശ്യാമ എന്നെ ചെയ്ത് പറഞ്ഞിരിക്കട്ടാ, നീ വൈകുന്നേരം കിടന്ന് ചുമക്കുന്നൊക്കെ പറഞ്ഞ്. നമുക്ക് ആസ് യൂഷ്വൽ ചുമയും കുറുക്കും എനിക്ക് ഉണ്ടെങ്കിലും ഐസ്ക്രീം ഒരു സാധനം നമ്മളെ കണ്ടാലും വിടാറില്ല കേട്ടോ. ഇപ്പം നമ്മളിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ വളരെ ആധികാരികമായ പല ചർച്ചകളും എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങനെ കൂട്ടാമെന്നൊക്കെ ആലോചനയൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പള്ളിയിലോട്ട് പോയിട്ട് എല്ലാവരും കൂടി, അതൊക്കെ ഒരു രസമല്ലേ, എല്ലാവരും നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് പള്ളിയിൽ പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ. എൻ്റെ ചേട്ടനത്തിരി വല്ല തിക്കുന്നവരൊക്കെ ഇടുന്നുണ്ടെങ്കിൽ വേഗം പോവാം തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞാൽ ആൾ കുളക്കൂട്ടാം. പക്ഷേ ഈ പ്രാവശ്യം എന്തോ സമാധാനമായിട്ട് അവിടെ നിൽക്കേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പും പെരുന്നാളും വെടിക്കെട്ടും നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു, ഇമാനുവേൽ ഇമാനുവേൽ. നീ മണിയല്ലേ ഗ്ലാഡ്രിൻ? ശരിക്കും മണി കിണി 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 മണി 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 കിണി കിണി മണി. നീ എവിടെ വീണേ? എൻ്റെ തലയൊക്കെ പൊട്ടി സ്റ്റിച്ചിട്ടുണ്ടല്ലോ. നീ കാണിച്ചിരുന്നുണ്ട്, പറഞ്ഞാൽ മതി. അയ്യോ എൻ്റെ കുമ്മച്ച കാണിക്കണേ. എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. ബിസാൻഡി മാത്രം ഡാൻസ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ബിസാൻഡിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് കൊടുക്കാൻ പറ. ലൈക്ക് സബ്സ്ക്രൈബ് പറ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെയുണ്ട്, എല്ലാവരും ഉണ്ട്. ബിസാൻഡിയും ഉണ്ട്, പിന്നെയും ഉണ്ട്. ഇവിടെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. എന്റെ പിന്നെ സാറിന് പിന്നെ ചതിച്ചു. ഓക്കെ, ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? ഇത്രയുള്ളൂ. എന്നിട്ട് പറയാനുള്ളത് എന്നിട്ട് പറയാനുള്ളത് എന്നിട്ട് പറയാനുള്ളത് എന്നിട്ട് പറയാനുള്ളത് പറയാ. പേരെന്താ? അപ്പോൾ ഈ വ്ളോഗൊക്കെ എങ്ങനെ എടുക്കാന്നുള്ള റിഹേഴ്സലായിരുന്നു കേട്ടാ നമ്മുടെ മണിക്കുട്ടി. അപ്പോൾ ഇതേ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരണം കേട്ടാ. പോരുന്ന വഴിക്ക് എനിക്ക് പ്രീജ കുറച്ച് ഫുഡൊക്കെ പാർസൽ തന്നയച്ചു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.